മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും തിരുവചനവുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുവാൻ കർത്താവ് നൽകിയ വലിയ അവസരത്തിനായി ഞാൻ നന്ദി പറയുന്നു. മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 5-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം: ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തെ കാണാൻ കഴിയുന്നത് ആർക്കെന്ന് ചോദിച്ചാൽ, ഹല്ലേലൂയ, വളരെ വ്യക്തമായി തന്നെ വചനം മറുപടി പറയുന്നു. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം: ഹൃദയശുദ്ധി ഉള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഹല്ലേലൂയ. പലപ്പോഴും ഹൃദയശുദ്ധിയെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ, ഹല്ലേലൂയ, കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ നിങ്ങൾ അറയിൽ കിടന്ന്, പ്രാർത്ഥനാമുറിയിൽ കിടന്ന് എന്ന് പറയുമ്പോൾ, ഹൃദയമെന്ന അറയിൽ കിടന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് നാം പറയുമ്പോൾ, നമ്മൾ പലപ്പോഴും പ്രാർത്ഥനാമുറിയിൽ പ്രാർത്ഥിക്കാനായിരിക്കുമ്പോൾ, ഹല്ലേലൂയ, ആ മുറി പലപ്പോഴും നമ്മൾ വെടിപ്പാക്കുകയും നമ്മൾ വൃത്തിയായി സൂക്ഷിക്കുകയൊക്കെ ചെയ്യും. ഹല്ലേലൂയ. കാരണം നമ്മൾ പ്രാർത്ഥിക്കാൻ ഇരിക്കുന്ന മുറിയാണ്. ഇതേപോലെ ഹല്ലേലൂയ, നമ്മുടെ പ്രാർത്ഥനാ മുറിയാകുന്ന നമ്മുടെ ഹൃദയം, ഹല്ലേലൂയ, അവിടെ ഒരു ശുദ്ധീകരണം നമുക്ക് ആവശ്യമാണ്. ഹല്ലേലൂയ. എങ്ങനെയാണ് ആ ഹൃദയത്തെ നമുക്ക് ശുദ്ധീകരിക്കാൻ കഴിയുന്നത്? ഹല്ലേലൂയ. പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനാ മുറി ശുദ്ധിയാക്കുന്നത് പോലെ, വെടിപ്പാക്കുന്നത് പോലെ തന്നെ അനിവാര്യമായ ഒരു ഒന്നാണ്, ഹല്ലേലൂയ, നമ്മുടെ ഹൃദയത്തിൻ്റെ വിശുദ്ധി എന്ന് പറയുന്നത്, ഹൃദയത്തെ വെടിപ്പാക്കുക എന്ന് പറയുന്നത്. ഹല്ലേലൂയ. എവിടെയാണ് ഹല്ലേലൂയ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഹൃദയത്തെ നമുക്ക് വെടിപ്പാക്കാൻ കഴിയുന്നത്? ഹല്ലേലൂയ എന്ന് ചോദിച്ചാൽ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സ്നേഹത്താൽ, ഹല്ലേലൂയ, ദൈവസ്നേഹം, ഹല്ലേലൂയ, നമ്മുടെ ഹൃദയങ്ങളിൽ നിറയുമ്പോൾ, ഹല്ലേലൂയ, ദൈവസ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ നിറയുമ്പോൾ എന്ന് പറയുമ്പോൾ, ഹല്ലേലൂയ, ക്രിസ്തുവിൻ്റെ വചനം, ഹല്ലേലൂയ, നമ്മളോട് പറഞ്ഞ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്ന വചനം, ഹല്ലേലൂയ, നിങ്ങൾ ആവർത്തിച്ചു വാക്കുകയും അത് കേൾക്കുകയും ചെയ്യുമ്പോൾ, ഹല്ലേലൂയ, പലപ്പോഴും നമ്മുടെ ഹൃദയം എന്ത് ചെയ്യും? ഹല്ലേലൂയ, അത് വലിയ സ്നേഹം കൊണ്ട്, എന്ന് പറഞ്ഞാൽ ദൈവിക സ്നേഹം കൊണ്ട്, ഹല്ലേലൂയ, നമ്മുടെ ഹൃദയം, ഹല്ലേലൂയ, വലിയ ദൈവിക സ്നേഹത്തിൽ നിറയുവാൻ ഇടവരും. ആമേൻ. ഹല്ലേലൂയ. ഹൃദയത്തിനകത്ത് നമുക്ക് പലപ്പോഴും ആകുലതകൾ ഉണ്ടായിരിക്കാം. ഹല്ലേലൂയ. പലപ്പോഴും പല സംശയങ്ങൾ ഉണ്ടായിരിക്കാം. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ ഹൃദയത്തിനകത്ത് പല മുറിവുകളും ഉണ്ടായിരിക്കാം. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ ഹൃദയത്തിനകത്തൊക്കെ വലിയ ഭാരം നമുക്കുണ്ടായിരിക്കാം. എന്നാൽ ഹല്ലേലൂയ, യേശുക്രിസ്തുവിൻ്റെ വചനം, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വന്ന ആ വചനം, ഹല്ലേലൂയ, നാം കേൾക്കുമ്പോൾ, ഹല്ലേലൂയ, പലപ്പോഴും നമ്മുടെ ഹൃദയം, ഹല്ലേലൂയ, ദൈവസ്നേഹം കൊണ്ട് നിറയുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ ദൈവസ്നേഹം നമ്മുടെ ഹൃദയത്തിനകത്ത് നിറഞ്ഞാൽ, ഹല്ലേലൂയ, നമ്മുടെ ഹൃദയത്തിനകത്ത് ഉണ്ടായിരിക്കുന്ന എല്ലാ ആകുലതകളും, എല്ലാ ഭാരങ്ങളും, ഹല്ലേലൂയ, ഹല്ലേലൂയ, അത് ദൈവസ്നേഹത്താൽ നീക്കം ചെയ്യാൻ, ഹല്ലേലൂയ, കാരണമായി മാറും. ഹല്ലേലൂയ. അങ്ങനെയാണ് നമ്മുടെ ഹൃദയത്തെ വെടിപ്പാക്കുന്നതും നമ്മുടെ ഹൃദയത്തെ വിശുദ്ധീകരിക്കുകയും ചെയ്യുന്നത്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം നാം കേൾക്കുമ്പോൾ ആ ദൈവിക സ്നേഹം ആണ് നമ്മുടെ ഹൃദയത്തിൽ നിറയണം. ഹല്ലേലൂയ. ആ ദൈവിക സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു കഴിയുമ്പോൾ, നമ്മുടെ ഹൃദയത്തിനകത്തുണ്ടായിരിക്കുന്ന എല്ലാ ആകുലതകളും, എല്ലാ ഭാരങ്ങളും, ഹല്ലേലൂയ, എല്ലാ ഭയങ്ങളും, ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് അത് നീക്കം ചെയ്ത് നിങ്ങളുടെ ഹൃദയത്തെ വിശുദ്ധീകരിക്കുവാൻ, നിങ്ങളുടെ ഹൃദയത്തെ വെടിപ്പാക്കുവാൻ കഴിയുന്ന ഒന്നാണ്. ഹല്ലേലൂയ. വേദപുസ്തകത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഹല്ലേലൂയ, കഠിനമായ ഒരു ഹൃദയം, ഹല്ലേലൂയ, കഠിനമായ ഒരു ഹൃദയം, കല്ലായ ഹൃദയം, ഹല്ലേലൂയ, ഒരു മാംസളമായ ഹൃദയത്തിനായി, ഹല്ലേലൂയ, മാറ്റം ചെയ്യുന്ന ഒന്നാണ്, ഹല്ലേലൂയ, ദൈവസ്നേഹത്താൽ നിങ്ങളുടെ ഹൃദയം നിറയപ്പെടുക. ഹല്ലേലൂയ. ദൈവം എന്നെ കരുതിയ കരുതലിനെ കുറിച്ചുള്ള, ഹല്ലേലൂയ, ആ ബോധ്യം, ഹല്ലേലൂയ, ആ വാക്യം, ഹല്ലേലൂയ, ആ ക്രിസ്തുവിൻ്റെ വചനം, ഹല്ലേലൂയ, നിങ്ങൾ നിരന്തരം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിനകത്ത്, ഹല്ലേലൂയ, ദൈവസ്നേഹം നിറയുകയാണ്. ആ സ്നേഹമാണ്, ഹല്ലേലൂയ, നമ്മുടെ ഹൃദയത്തിനകത്തുണ്ടായിരിക്കുന്ന എല്ലാ അശുദ്ധിയെ നീക്കം ചെയ്ത് ഹൃദയ വിശുദ്ധിയുള്ളവയായി മാറ്റുന്നത്. ഹല്ലേലൂയ. ആ ഹൃദയശുദ്ധിയിലാണ്, ഹല്ലേലൂയ, നമുക്ക്, ഹല്ലേലൂയ, ദൈവത്തെ കണ്ടുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നത്. ഹല്ലേലൂയ. വളരെ വ്യക്തമായിട്ട് നമുക്ക് ആ വാക്യത്തെ, ഹല്ലേലൂയ, ഒരു പ്രാവശ്യം കൂടെ വായിക്കാം. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം. ഹല്ലേലൂയ. നിങ്ങൾ അടിവരയിട്ട്, ഹല്ലേലൂയ, ആ വാക്യം, ഹല്ലേലൂയ, നിങ്ങൾ സൂക്ഷിക്കേണ്ടതാണ്. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഹല്ലേലൂയ. ആ ഹൃദയശുദ്ധിയിൽ നിന്നുകൊണ്ട്,
ഹല്ലേലൂയ ആ വിശ്വാസത്തിൽ നിന്നുകൊണ്ട്, ആ ദൈവിക സ്നേഹത്തിൽ നിറഞ്ഞു നിന്നുകൊണ്ട് ഹല്ലേലൂയ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനയോടും ഹല്ലേലൂയ നിങ്ങൾ ഹല്ലേലൂയ നന്ദിയുള്ളവരായി മാറുക. ഹല്ലേലൂയ. ഫിലിപ്പി ലേഖനം ഹല്ലേലൂയ അതിൻ്റെ 4-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം ഇങ്ങനെ പറയുന്നു. ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം പറയുന്നത് ഹല്ലേലൂയ ഒന്നിനെയും കുറിച്ചും വിചാരപ്പെടരുത്. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഉള്ളത് തന്നെ ഹല്ലേലൂയ നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കാനിരിക്കുന്നത് തന്നെ പലതിനെക്കുറിച്ചുള്ള വിചാരങ്ങളും ആകുലതകളും എല്ലാം ഉള്ളത് കൊണ്ടാണ്. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ ബൈബിൾ പറയുന്നു ഒന്നിനെയും കുറിച്ചും വിചാരപ്പെടരുത്. ഹല്ലേലൂയ. നമ്മുടെ കഠിനമേറിയ വിചാരങ്ങൾ, നമ്മുടെ കഠിനമേറിയ ചിന്തകൾ, നാളെക്കുറിച്ചുള്ള ആകുലതകൾ, ഭയങ്ങൾ, ഇതെല്ലാം ഹല്ലേലൂയ നിങ്ങൾ കേൾക്കുന്ന യേശുക്രിസ്തുവിൻ്റെ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ നിറയ്ക്കുകയാണെങ്കിൽ ഹല്ലേലൂയ നിങ്ങൾ ദൈവ സ്നേഹത്താൽ നിങ്ങളുടെ ഹൃദയം നിറയപ്പെടുകയാണ്. ഹല്ലേലൂയ. ആ ദൈവ സ്നേഹമാണ് നിങ്ങളുടെ ഹൃദയത്തെ വിശുദ്ധമാക്കുന്നതും വെടിപ്പാക്കുന്നതും നിർമ്മലമാക്കുന്നതും. ഹല്ലേലൂയ. അവിടെ നിങ്ങൾക്ക് വിചാരപ്പെടാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. പകരം നിങ്ങളുടെ ഹൃദയത്തിനകത്ത് വലിയൊരു വിശ്വാസം, വലിയൊരു ധൈര്യം, വലിയൊരു കോൺഫിഡൻസ്, വലിയൊരു ഉറപ്പ് ഹല്ലേലൂയ നിങ്ങളിൽ പകരുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ആ വിശ്വാസത്തോടു കൂടെ ഒന്നിനെയും കുറിച്ച് വിചാരപ്പെടാതെ ഹല്ലേലൂയ എല്ലാത്തിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ ഹല്ലേലൂയ സ്തോത്രത്തോടു കൂടെ ദൈവത്തോട് അറിയിക്കുക അത്രയും വേണ്ടത്. ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ ദൈവത്തിന് നന്ദി ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവത്തിന് നന്ദി കരയേറ്റുവാൻ ഹല്ലേലൂയ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. പലപ്പോഴും ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഹല്ലേലൂയ പലപ്പോഴും നമ്മൾ എല്ലാവരും നമ്മുടെ ആവശ്യങ്ങൾ ഇപ്പോൾ ഓൺലൈൻ വഴി ഒക്കെ നമ്മൾ ആവശ്യങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും ഓൺലൈൻ വഴിയൊക്കെ നമ്മൾ റിക്വസ്റ്റ് കൊടുക്കാറുണ്ട്. നമ്മൾ ആവശ്യങ്ങളൊക്കെ നമുക്ക് ഓൺലൈൻ വഴി നമുക്ക് വേണം അല്ലെങ്കിൽ ആവശ്യപ്പെടാറുണ്ട്. നമ്മൾ റിക്വസ്റ്റ് കൊടുക്കാറുണ്ട് പല കമ്പനിയിലൊക്കെ. പലപ്പോഴും നമ്മളത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അത് നമ്മുടെ കയ്യിൽ തിരികെ കൊണ്ടുവരുമ്പോൾ ഹല്ലേലൂയ ആ വ്യക്തിയോട് അല്ലെങ്കിൽ ആ സഹോദരനോട് അല്ലെങ്കിൽ ആ സഹോദരിയോട് നമ്മുടെ കയ്യിലേക്ക് അത് നൽകി തന്നതിന് ശേഷം നമ്മൾ അവരോട് നന്ദി പറയാറുണ്ട്. ഹല്ലേലൂയ. നമ്മൾ അവരോട് നന്ദി പറയാറുണ്ട്. എന്നാൽ ബൈബിൾ പറയുന്നു ഹല്ലേലൂയ നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം തന്നെ ഹല്ലേലൂയ നിങ്ങൾ നന്ദി ഏറ്റുവാൻ ഹല്ലേലൂയ ഹല്ലേലൂയ നിങ്ങൾ നന്ദി പറയുവാൻ തയ്യാറാണ് എങ്കിൽ ഹല്ലേലൂയ. കാരണം എന്താണെന്നറിയാമോ? ആ നന്ദി പറച്ചിലിൻ്റെ സൂചന എന്താണെന്നറിയാമോ? നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഒന്ന് ദൈവം കേൾക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകും. ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എൻ്റെ കയ്യിൽ അത് വന്നിരിക്കും. ഹല്ലേലൂയ. നിശ്ചയമായും ഞാനത് പ്രാപിച്ചിരിക്കും എന്നുള്ള വിശ്വാസത്തോട് കൂടെയാണ് നിങ്ങൾ ആ പ്രാർത്ഥനയോട് കൂടെ ഹല്ലേലൂയ നിങ്ങൾ നന്ദി പറയുവാൻ ഹല്ലേലൂയ ഹല്ലേലൂയ നിങ്ങൾ തയ്യാറാണ് എങ്കിൽ ഹല്ലേലൂയ നിങ്ങൾ നന്ദി പറഞ്ഞത്, നിങ്ങൾ പ്രാർത്ഥിച്ചത് നിങ്ങളുടെ കയ്യിൽ തന്നെ അത് വന്നു ചേരും. ഹല്ലേലൂയ. എത്ര പേർക്ക് ഹല്ലേലൂയ വിശ്വാസത്തോടെ ഈ വചനത്തിന് നിങ്ങൾക്ക് ആമേൻ പറയാൻ പറ്റും? ഹല്ലേലൂയ. പലപ്പോഴും ഹല്ലേലൂയ ലോകപരമായിട്ട് ഹല്ലേലൂയ നമ്മൾ റിക്വസ്റ്റ് കൊടുത്തതിന് ശേഷം ഹല്ലേലൂയ നമ്മൾ അപേക്ഷിച്ചതിന് ശേഷം ഹല്ലേലൂയ അപേക്ഷിച്ചത് നമ്മുടെ കയ്യിലേക്ക് എത്തിപ്പെടുമ്പോഴാണ് നമ്മൾ ആ മനുഷ്യനോട് ഹല്ലേലൂയ നന്ദി പറയുന്നത്. എന്നാൽ നിങ്ങൾ റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ ആ ദൈവത്തിന് നിങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ ഹല്ലേലൂയ നിങ്ങളുടെ പ്രാർത്ഥനയോടൊപ്പം നിങ്ങൾ സ്തോത്രം പറയുവാൻ ഹല്ലേലൂയ നിങ്ങൾ തയ്യാറാണ് എങ്കിൽ ഹല്ലേലൂയ അതിലേക്ക് ലഭിക്കുമെന്നുള്ളതൊരു വിശ്വാസത്തിൻ്റെ അടയാളമാണ്. ഹല്ലേലൂയ എൻ്റെ ദൈവം എനിക്കത് തരുവാൻ ശക്തനാണെന്നുള്ള ഉറപ്പാണ്. ഞാൻ പ്രാർത്ഥിക്കുന്നത് എൻ്റെ കയ്യിൽ വന്നിരിക്കും. ഹല്ലേലൂയ ഞാനത് കണ്ടിരിക്കും, ഞാനത് പ്രാപിച്ചിരിക്കും എന്നുള്ള ആ വിശ്വാസത്തിൻ്റെ ഉറപ്പാണ്, ഒരു അടയാളമാണ്, ഒരു സൈനാണ്. നീ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ആ പ്രാർത്ഥനയോടൊപ്പം നീ നന്ദി പറയുക എന്നുള്ളത്. ഹല്ലേലൂയ. ഇത് തന്നെയാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറഞ്ഞത്. ഹല്ലേലൂയ. നിങ്ങൾ ഒന്നിനെയും കുറിച്ചും വിചാരപ്പെടാതെ എല്ലാത്തിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടെ നന്ദിയോട് കൂടെ ഹല്ലേലൂയ നിങ്ങൾ അറിയിക്കുകയാണ് ഇത്രയും ചെയ്യേണ്ടത്. ഹല്ലേലൂയ. ഇങ്ങനെ ഒരു പ്രാർത്ഥന ഹല്ലേലൂയ ഹല്ലേലൂയ നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ ഹല്ലേലൂയ ബൈബിൾ പറയുന്നു ഹല്ലേലൂയ ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, ഹല്ലേലൂയ ഉണ്ട് എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും.
ആമേൻ. ഹല്ലേലൂയ. ഈ വചനങ്ങളൊക്കെ ഹല്ലേലൂയ ഹല്ലേലൂയ ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു മർമ്മത്തോടു കൂടെ ഹല്ലേലൂയ ഈ ഒരു സ്തോത്രത്തോടു കൂടെ ഹല്ലേലൂയ നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറാകുക. നിശ്ചയമായും നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആ വിഷയം എന്ത് തന്നെയാണെങ്കിലും ഹല്ലേലൂയ സകല നാമത്തിനു മേലായ ആ നാമം ഹല്ലേലൂയ നിന്റെ കയ്യിലേക്ക് എത്തിച്ചിരിക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ പ്രാർത്ഥന നിങ്ങൾക്ക് വളരെ അനുഗ്രഹമാകുന്നതിൽ ഹല്ലേലൂയ ഹല്ലേലൂയ ഞങ്ങൾ ദൈവത്തോട് നന്ദി പറയുന്നു. ഹല്ലേലൂയ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.